കൊള്ളാമല്ലോ. ഒരു വലിയ വനത്തിൽ ടുട്ടു എന്ന ഒരു ചെറിയ അണ്ണാൻ താമസിച്ചിരുന്നു. ടുട്ടു മറ്റ് അണ്ണാന്മാരെക്കാൾ ചെറുതായിരുന്നു. പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാൻ പലപ്പോഴും ഭയം തോന്നി. മറ്റ് അണ്ണാന്മാർ മരത്തിൽ നിന്ന് മരത്തിലേക്ക് ചാടിപ്പോകുമ്പോൾ ടുട്ടു തന്റെ പ്രിയപ്പെട്ട അത്തി മരത്തോട് ചേർന്ന് നിൽക്കും. ഒരു സൂര്യപ്രകാശമുള്ള ദിവസം തന്റെ മരത്തിൽ നിന്ന് അകലെയുള്ള ഒരു ശാഖയിൽ സ്വാദിഷ്ടമായ ഒരു അത്തിപ്പഴം ടുട്ടു ശ്രദ്ധിച്ചു. അവന് ആ അത്തിപ്പഴം ലഭിക്കാൻ ശരിക്കും ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അത് ഉയർന്നതും അകലെയുമുള്ള ഒരു ശാഖയിലായിരുന്നു. ടുട്ടു വിചാരിച്ചു, ആ അത്തിപ്പഴം വരെ എത്താൻ ഞാൻ വളരെ ചെറുതാണ്. അവൻ തന്റെ ശാഖയിൽ ഇരുന്നു കാട്ടിൽ മറ്റു മൃഗങ്ങളെ നിരീക്ഷിച്ചു. പക്ഷികൾ ചിറകുകൾ ഉപയോഗിച്ച് ഉയരത്തിൽ പറക്കുന്നതും മുയലുകൾ പുല്ലിനു കുറുകെ അനായാസം ചാടുന്നതും അവൻ കണ്ടു. ചെറുതാണെങ്കിലും പരമാവധി ശ്രമിക്കാമെന്ന് ടുട്ടു മനസ്സിലാക്കി. ഒരു ദീർഘനിശ്വാസമെടുത്ത് ടുട്ടു ഒന്ന് ശ്രമിച്ചു നോക്കാൻ തീരുമാനിച്ചു. അവൻ മരങ്ങൾ മുകളിലേക്കും താഴേക്കും പാഞ്ഞു നടന്നു. അത്തിപ്പഴത്തിലെത്താനുള്ള ഏറ്റവും നല്ല വഴി തേടി. ഓരോ ശ്രമത്തിലും അവൻ കൂടുതൽ ആത്മവിശ്വാസം നേടി. അവസാനം അവൻ ശാഖകളുടെ ഒരു പാത കണ്ടെത്തി. അത് അവനെ അത്തിപ്പഴത്തിലേക്ക് അടുപ്പിച്ചു. ആവേശവും പരിഭ്രാന്തിയും കലർന്ന ടുട്ടു കൊമ്പിൽ നിന്ന് ശാഖകളിലേക്ക് കുതിച്ചു. അവൻ ആടിയുലഞ്ഞു. കുറച്ചു തവണ ബാലൻസ് നഷ്ടപ്പെട്ടു. പക്ഷേ അവൻ തുടർന്നു. ഒരു അവസാന കുതിപ്പോടെ ടുട്ടു ലക്ഷ്യത്തിലെത്തി. അവൻ വളരെ സന്തോഷവാനും സ്വയം അഭിമാനിക്കുകയും ചെയ്തു. ടുട്ടു അത്തിപ്പഴം ആസ്വദിച്ച് സുഹൃത്തുക്കളുമായി പങ്കുവെച്ചു കഴിച്ചു തന്റെ സാഹസികതയെക്കുറിച്ച് അവരോട് പറഞ്ഞു. അന്നുമുതൽ പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാൻ ടുട്ടുവിന് ഭയമില്ലായിരുന്നു. ചെറുതാണെങ്കിലും ധൈര്യശാലിയാകാനും വലിയ നേട്ടങ്ങൾ കൈവരിക്കാനും കഴിയുമെന്ന് അവന് മനസ്സിലായി.